ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സജില എഴുതിയിരിക്കുന്നൊരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സജില. എനിക്ക് 24 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. മാഡം, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല. വീട്ടുകാർ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് നല്ല സൗന്ദര്യമുള്ളൊരു പുരുഷനെയായിരുന്നു ഇഷ്ടം. പക്ഷേ പ്രേമിക്കാനൊന്നും പറ്റിയില്ല. അതിനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു. ഈ ഒരു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ചെക്കൻ്റെ വീട്ടിലെ ധനസ്ഥിതിയും നല്ല സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ എന്നെ നിർബന്ധിച്ചു. അവസാനം ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു മാഡം. പക്ഷേ ഭർത്താവ് എന്നോട് നല്ല സ്നേഹമായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി മാത്രമാണ് പല കാര്യങ്ങളും ചിന്തിച്ചത്. നിനക്ക് എങ്ങനെയാണ്, എന്താണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് വളരെ പതുക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ സൗന്ദര്യമില്ലാത്തത് കൊണ്ട് എനിക്ക് പലപ്പോഴും പുള്ളിയോട് അതൃപ്തി തോന്നി. മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല ഓക്കെയാണ്. പിന്നെ പുരുഷ ലക്ഷണങ്ങളും നന്നായിട്ടുണ്ട്. എങ്കിലും ചിലപ്പോൾ മനസ്സിൽ നമുക്ക് ആഗ്രഹമൊന്നും കിട്ടിയത് വേറൊന്നാകുമ്പോഴില്ലേ മാഡം ഒത്തിരി പ്രശ്നങ്ങളാകുമല്ലോ. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരി, എന്ന് വെച്ചാൽ ആത്മാർത്ഥ സുഹൃത്ത്, അവളുടെ വീട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 3-4 വീടിന് അപ്പുറത്താണ്. ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഹൃദയരഹസ്യങ്ങൾ കൈമാറിയതാണ്. പക്ഷേ അവളുടെ വീട്ടിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് പഠിക്കുമ്പോൾ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു. അതിനൊക്കെ ഞാൻ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അവൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തെറ്റ് ഞാൻ മറച്ചു പിടിച്ചിട്ടുണ്ട്. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വട്ടം മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവളെ അവൻ കിട്ടിയൊന്നുമില്ല. അവരുടെ ലൈൻ പൊട്ടിപ്പോവുകയും ചെയ്തു. എന്ന് വെച്ചിട്ട് അവൾക്കതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാടി നിൻ്റെ പ്രണയനൈരാശ്യം നീ അഡ്ജസ്റ്റ് ചെയ്തതെന്നും. അവൾ പറയും, അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല, അവനും അടുത്തതുകൊണ്ടായിരിക്കും അവൻ പോയത്. പിന്നെ സ്ത്രീകൾക്ക് മാത്രം എന്തിനാണ് ഇത്ര സെൻറ്റിമെൻറ്റ്സ്? ഒരാൾ മാത്രമേ ആകാവൂ, ഒന്ന് മാത്രമേ കാണാവൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇതേപോലുള്ള ചോയ്സുകളുണ്ട്. ആണിനും പെണ്ണിനും മടുത്തു കഴിഞ്ഞാൽ അത് അപ്പോൾ അങ്ങ് തീരുമാനിക്കണം എന്താണെന്ന്. ഇതായിരുന്നു അവൾ പറഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് കരുതിയില്ല. കാര്യം അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അവളുടെ കല്യാണം. ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, എടി നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണോ കിട്ടിയിരിക്കുന്നതെന്നും. അവൾ പറഞ്ഞു, ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇങ്ങേരുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. ഇഷ്ടപ്പെട്ട ആളെയൊക്കെ എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല 100 വട്ടം പല രുചികളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കയ്യിൽ പണം വരും, രാജകുമാരിയെ പോലെ ജീവിക്കുകയും ചെയ്യാം. അതുപോലെ അല്ലാതെ കിട്ടിയ കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇനിയിപ്പം ഇങ്ങേരിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ കുറവാണെങ്കിൽ ഞാനത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ശരിയാക്കിക്കോളാം എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. ദൈവമേ, ഇവളെന്തായിരിക്കും ചെയ്യാൻ പോവുക? സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് 2ാമത്തെ ദിവസം തന്നെ പുറത്തിറങ്ങി പോകുമോ എന്ന് ഞാൻ ആലോചിച്ചു. അവൾ അതിന് മടിക്കാത്തവളാണ്. ആ സമയത്ത് അവൾ ചോദിച്ചിരുന്നു, നിൻ്റെ ഇക്ക എങ്ങനെ ഉണ്ടെന്നും. ഞാൻ പറഞ്ഞു, ഇക്ക കൊള്ളാം, നല്ലതാണ്, ഇക്ക അടിപൊളിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അവൾ അപ്പോഴും എന്നോട് പറഞ്ഞു, നിൻ്റെ സൗന്ദര്യത്തിനെ പറ്റി ഒരുത്തിനല്ലല്ലോ, നിനക്ക് ഇത്ര സൗന്ദര്യമുള്ളവരല്ലോ ഇഷ്ടം, കുറച്ചുകൂടി നല്ല വെളുത്ത് തുടുത്ത് സുന്ദരനായ ഒരാളല്ലേ ഇഷ്ടം എന്ന് ചോദിച്ചു. എന്തായാലും അവളുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ പിടിച്ചിരിക്കുന്നത് ഒരു പുളിയങ്കോമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അവൾ പറഞ്ഞതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. അത്രയും സുന്ദരനായ ഒരു ചെക്കനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും നല്ല ലക്ഷണം തികഞ്ഞ ഒരാൾ സിനിമ നടനെ പോലെ ഇരിക്കുന്നു. അതുമാത്രമല്ല അവളുടെ പഴയ കാമുകന്മാരും ചുറ്റിക്കളികളുമൊന്നും അങ്ങയുടെ വിരൽത്തുമ്പിൻ്റെ അത്രയും സൗന്ദര്യമുള്ള ആളുകളല്ല. അപ്പോൾ ഇവളെന്തുകൊണ്ടും വലിയ ലോട്ടറി അടിച്ചൊരു സ്ത്രീയാണ്, രാജകുമാരിയാണ്. അവളെന്നെ വെറുതെ കളിയാക്കിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് പരിഭവം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഓ എനിക്കങ്ങനെ തോന്നുന്നില്ല, നിനക്ക് വെറുതെ തോന്നുകയാണെന്നും. എന്നാലും നീ ഒരു മിടുക്കിയടി, നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ നീ കല്യാണം കഴിച്ചല്ലോ. അതിനെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലടി. വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാനും കല്യാണം കഴിച്ചത് നിൻ്റെ കൂട്ട്. എന്നാലും ഇത്രയും സൗന്ദര്യമുള്ള ഒരാളാണോ? അപ്പോഴേക്കും അവൾ പറഞ്ഞു, ആഹാ, അതിന് മാത്രമൊക്കെ സൗന്ദര്യം അങ്ങേർക്കുണ്ടോ? എനിക്ക് ഒന്നും തോന്നില്ല. ഇനിയിപ്പോൾ സൗന്ദര്യം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഭർത്താവ് ശരിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ എനിക്കൊരു കോൾ വിളിച്ചാൽ മതി,
മതി. അപ്പം തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ നിനക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഊഞ്ഞാലിലൊന്ന് ആടി നോക്ക് എന്ന് അവളെന്നോട് പറയുകയാണ്. ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചുമലിൽ ഒറ്റയടി വെച്ച് കൊടുത്തു. നിനക്ക് എന്താടി ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞാലോ? അപ്പോൾ അവൾ പറഞ്ഞു, എടി കണ്ടുമടുത്തവർക്ക് അങ്ങ് എന്ത് വേണമെങ്കിലും പറയാം. ഭർത്താവിനെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധമില്ല. നന്നായി നിന്നാൽ ഞാനും നിൽക്കും. ഇനി അതല്ല, എന്നെ ചതിച്ചു പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ. വേറെ പെണ്ണെ കല്യാണം കഴിക്കട്ടെ. ഇനിയിപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞാലും പോരാൻ നേരത്ത് ഇയാളുടെ സ്വത്തിൻ്റെ പാതി അടിച്ച് മാറ്റിക്കൊണ്ട് ഞാൻ പോരൂ എന്നൊക്കെ പറഞ്ഞു. ദൈവമേ, കല്യാണത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവൾ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല, വലിയൊരു ശൂർപ്പണകയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ആ സമയത്ത് പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നിടയ്ക്ക് അവളെ കാണാറുണ്ട്. അവളവിടെ വീട്ടിൽ വരുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തിരക്കും. അപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ച് പറയുമേടി അവൾ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ തിരക്കുന്നൊക്കെ. ഞാനപ്പോൾ അവളെ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെയുള്ളൂ. പക്ഷേ ഇടയ്ക്ക് കുറച്ച് നാളൊരു 3-4 മാസം അവൾ വിളിച്ചതേയില്ല. ഞാൻ വിളിച്ചിട്ട് ഒട്ട് കിട്ടിയതുമില്ല. പിന്നീട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എടി ഞങ്ങൾ ടൂറായിരുന്നു, 2-2.5 മാസം പല സ്ഥലങ്ങളിലും പോയി കറങ്ങിയിട്ടാണ് വന്നതെന്ന്. ഞാൻ പറഞ്ഞു, നീ ഭാഗ്യവതി. ഇവിടെ ഞാൻ രാവിലെ ഭർത്താവിന് അപ്പവും കറിയും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ അപ്പവും കറിയും ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിന് മടുക്കില്ലേടി? ഇടയ്ക്കൊക്കെ ഇടിയപ്പമോ അല്ലെങ്കിൽ പരത്തിയ ചപ്പാത്തിയോ കുഴച്ച പൊറോട്ടയോ അടിച്ച പൊറോട്ടയൊക്കെ കൊടുക്കല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ആ അതൊക്കെ പുള്ളി കഴിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൾ വേറെ ചില ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അവൾ എന്നോട് പറഞ്ഞു, എടി ഞാൻ നേരിട്ട് വരുന്നുണ്ട്, നേരിട്ട് നിന്നോട് 1 മണിക്കൂർ സംസാരിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഫോണിൽ കൂടോ വാട്സാപ്പിൽ കൂടോ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇല്ല അതിൻ്റെ തെളിവുകളും ഹിന്ദിയൊന്നും ഞാൻ തരില്ല, വന്നിട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു. ആ സമയത്താണ് അവിടെ വന്നത്. അമ്മായിമ്മയും അമ്മായിച്ചനും അവിടെ ഇല്ല. കാര്യം അപ്പുറത്ത് അനിയൻ്റെ വീടുണ്ട്, അവിടെയും പോകും. അനിയനാണ് സത്യം പറഞ്ഞാൽ ആദ്യം കല്യാണം കഴിച്ചത്. അവൻ്റേത് പ്രേമവിവാഹമായിരുന്നു. അവൻ തനിയെ നേരത്തെ വീട് വെച്ചു. അവൻ്റെ ഭാര്യ വളരെ സമ്പന്നമായ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ത്രീയാണ്. കുഴപ്പമൊന്നുമില്ല, വലിയ സഹകരണമില്ലെങ്കിലും വഴക്കിനും വക്കാണത്തിനും ഒന്നും വരില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ അവൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. എന്നെ അവൾക്ക് അത്ര ഇഷ്ടമല്ല. അതെന്താണെന്ന് ഞാൻ ഒട്ട് ചോദിക്കാനും പോയിട്ടില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ അവൾ വന്നപ്പോൾ ആരുമില്ലായിരുന്നു. ഞാനും കൂട്ടുകാരിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളോട് ഞാൻ ചോദിച്ചത്, എടി നീ എന്താ പറയാൻ വന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി 2-2.5 മാസം ഞങ്ങൾ ടൂർ പോയെന്ന് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് ചോദിച്ചില്ല ഈ 2.5 മാസം എന്ത് ടൂറാണ്, എന്ത് ഹണിമൂണാണെന്ന്? അല്ലടി, നിൻ്റെ ഭർത്താവില്ല റിച്ച് അല്ലേ, 2-3-4 മാസം എവിടെ വേണമെങ്കിലും നിനക്ക് ടൂർ പോകാമല്ലോ. അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, എടി ഇത് ശരിക്കും പറഞ്ഞാലില്ലേ ഭർത്താവും ഭർത്താവിൻ്റെ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും ഒക്കെ ചേർന്നുള്ളൊരു ടൂറായിരുന്നു. അതെന്താടി ഭർത്താവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇപ്പോഴാണോ കല്യാണം കഴിച്ചത്? അങ്ങനെയല്ലടി, അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. എന്ത് കൂട്ടായ്മ? ഇങ്ങനെയൊക്കെയുള്ള ട്രാവൽ കൂട്ടായ്മ. ഞങ്ങൾ പല സ്ഥലത്തും പോയിടി. പക്ഷേ പോയിടത്തെല്ലാം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ സഹകരണമായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ പറയുന്നത്, എന്നോട് വിശദമായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത്, അവളുടെ ഭർത്താവ് ഏതോ വലിയ ബിസിനസ് ഗ്രൂപ്പ് പോലെയുള്ള ഗ്രൂപ്പിലെ ദമ്പതികളുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ വലിയ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. അവരാണെങ്കിൽ ഇങ്ങനെ ടൂറാണെന്ന് പറഞ്ഞ് പല സ്ഥലത്തും പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടവർ മാത്രം, ശല്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാകുവാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി മാറിയിരുന്ന് സംസാരിക്കും പാർട്ടിക്കിടയിൽ. എന്നിട്ട് അങ്ങോട്ടങ്ങ് പോകും. എങ്ങോട്ട്? അവരുടെ റൂമിലേക്ക്. അത് കഴിഞ്ഞ് വെളുക്കുന്നത് വരെ ആരും ആരെയും ശല്യം ചെയ്യില്ല. വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് ആരോടും എങ്ങനെ വേണേലും പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വഴക്കോ വക്കാണമോ നിർബന്ധിക്കുകയോ ഒന്നും പാടില്ല. അയ്യോ, എത്ര പേരുണ്ടായിരുന്നടി ഗ്രൂപ്പിൽ? ആ, ഒരു 10-18 പേരുണ്ടായിരുന്നടി. എന്നിട്ട് നിനക്ക് എത്ര പേരെ ഇഷ്ടപ്പെട്ടു? എൻ്റെ ഹസ്ബൻഡിന് മിക്കവാറുമുള്ള എല്ലാ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെട്ടു. നിനക്ക് അങ്ങനെ തന്നെ വേണമടി. കല്യാണത്തിന് മുമ്പ് നീ പറഞ്ഞതല്ലേ അങ്ങേരെ എങ്ങനെയായാലും നിനക്ക് പ്രശ്നമില്ലെന്ന്. അപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. എടി, അങ്ങേര് മുന്നേ ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇതിപ്പോൾ കല്യാണം കഴിച്ച ആൾക്കാരുടെ പാർട്ടി. ബാച്ചിലറായി കഴിഞ്ഞപ്പോഴേക്കും ബാച്ചിലർ പാർട്ടി കാണും, പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം കൂടെ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിൽ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അയാളിപ്പോൾ 100 പെണ്ണുങ്ങളെ കണ്ടു കാണും. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്?
എനിക്കിതൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. എടി, എന്നാലും കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ടൂറ് പോകാം കൂട്ടുകാരുടെ കൂടെ. അവിടെ ഇങ്ങനെ ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാവരും കൂടെ വരും, ഗ്രൂപ്പ് തുള്ളലുണ്ടെന്ന്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഭർത്താക്കന്മാർ തുറന്നു പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിച്ചു. എടി, ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേ പുള്ളിയോട് ഞാൻ സംസാരിച്ചിരുന്നു. പുള്ളി അപ്പോൾ പുള്ളിയുടെ രീതികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ബിസിനസ്സിൻ്റെ രീതി, വന്നു കഴിഞ്ഞാൽ നന്നായി സഹകരണ മനോഭാവം വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു, സഹകരണമൊക്കെ എനിക്ക് പണ്ടേ ഇത്തിരി കൂടുതലാണ്, പല അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നവളാണ് ഞാനെന്ന് ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് നീയാണ് എനിക്ക് പറ്റിയ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നാണ്. അങ്ങനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. എടി കള്ളി, നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, എന്തൊരു അഭിനയമായിരുന്നു നിൻ്റേത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിച്ചു. എടി, നിന്നോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നീ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ എങ്ങനെ പോകട്ടെ എന്ന് ഞാനത് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് നിന്നോടൊന്നും പറയാതിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ടൂറായിരുന്നു. പിന്നെ ഞങ്ങൾ വിദേശത്ത് വരെ പോയി എന്ന് പറഞ്ഞു മാഡം. അത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് പോട്ടെ, ഈ 18 പേരിൽ നിൻ്റെ ഭർത്താവ് 18 പേരുമായിട്ടും സല്ലപിച്ചു, നീയോ? അപ്പോൾ അവൾ പറഞ്ഞു, അതല്ലേ മോളെ കഷ്ടം, എനിക്ക് വെറും 4. കാര്യം അതിൽ പെർഫെക്റ്റ് ആണുങ്ങളായിട്ട് തോന്നിയത് 4 പേരേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു അനുവാദം ചോദിച്ചു. പക്ഷേ ഞാനാണെങ്കിൽ പഠിപ്പുര തുറന്നില്ല. അതെന്താടി തുറക്കാതിരുന്നത്? നിനക്കറിയാമല്ലോ, എനിക്ക് നല്ല ആണുങ്ങളാണ് നോട്ടം. നല്ലതല്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുകയേയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത്ഭുതപ്പെട്ടു. ദൈവമേ, ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ആണിനും പെണ്ണിനുമൊക്കെ സ്വാതന്ത്ര്യമുള്ള വേറൊരു ലോകം തന്നെ ഇവിടെ ഉണ്ട്. അതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടി നടന്നു പോവുകയാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാവരും നല്ലവർ, നല്ല കുടുംബജീവിതം. പക്ഷേ നടക്കുന്നതോ വലിയ വലിയ പഞ്ഞിക്ക് തീ കൊളുത്തുന്ന കാര്യങ്ങൾ. എന്ത് ചെയ്യാനാണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ലോകം. എടി, നിനക്ക് നിൻ്റെ ഭർത്താവിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വരാം. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പോടി, എൻ്റെ ഹസ്ബൻഡ് അത്തരക്കാരൊന്നുമല്ല, അദ്ദേഹത്തിനൊന്നും ഇഷ്ടമല്ല. അയ്യോടി മോളെ, നിൻ്റെ ഭർത്താവ് ഏതോ വീരശൂര പരാക്രമിയാണെന്നാണല്ലോ നീ പറഞ്ഞതോ? അത് എന്നോട് പോരെ എന്ന് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും വരില്ല. ഇക്കയ്ക്ക് പിന്നെന്താ? എടി, സത്യം പറ, നിൻ്റെ ഭർത്താവ് നീ പറഞ്ഞതുപോലെ വല്ലതും ആണോ, അതോ നീ എന്നോട് പറഞ്ഞത് കള്ളക്കഥയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഫീച്ചേഴ്സ് എല്ലാം അധികമുണ്ടെങ്കിലും എന്തോ എനിക്ക് ഫീലാകുന്നില്ല. എൻ്റെ മനസ്സ് സൗന്ദര്യമുള്ള ഒരു പുരുഷന് വേണ്ടി ദാഹിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അത്രയ്ക്ക് അങ്ങോട്ട് സൗന്ദര്യാരാധന നിനക്കുണ്ടായിരുന്നുവെന്നും. ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു. ഞാനത് പറയാതിരുന്നതാണ്. എൻ്റെ മനസ്സിൽ സൗന്ദര്യമുള്ളൊരു പുരുഷൻ്റെ രൂപം മോളെ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാലചക്രമൊന്നും എനിക്കങ്ങോട്ട് ശരിയായിട്ട് തിരിയുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും അവൾ ചിരിച്ചു. എടി, കല്യാണത്തിന് മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ സുന്ദരൻ ഭർത്താവ് ഇങ്ങനെ ഇവിടെ നിൽക്കുകയല്ലേ, അഴിച്ചുവിട്ട കാളയെപ്പോലെ. അപ്പോൾ നിനക്കൊരു പ്രശ്നവുമില്ലെന്ന്. ഒന്ന് പോടി. അപ്പോൾ അവൾ പറഞ്ഞു, സത്യമാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയാണെങ്കിൽ എവിടെയുണ്ട് എന്ത് എന്ന് തേടി നടക്കുകയാണ്. അങ്ങേര് സൗന്ദര്യമില്ലെന്ന് നീ പറയില്ലല്ലോ, നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവിന് എൻ്റെ പഴയ കാമുകന്മാരെക്കാൾ നല്ല സൗന്ദര്യമുണ്ടെന്ന്. അത് ശരിയാടി. എങ്കിൽ പിന്നെ പുള്ളി ഫ്രീ ആണ്, ഒരു പ്രശ്നവുമില്ല. എന്നാലും നിൻ്റെ അടുത്ത കൂട്ടുകാരല്ലേ ഞാൻ, പുള്ളിക്കത് ഇഷ്ടപ്പെടുമോ? പിന്നെന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? നീ സുന്ദരിയാണെന്ന് പുള്ളി അന്ന് തന്നെ എന്നോട് പറഞ്ഞു. നിന്നെ പുള്ളിക്ക് അന്നൊരു നോട്ടമുണ്ട്. ഞാൻ പ്രോത്സാഹിപ്പിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ നിൻ്റെ സ്വഭാവം ഇങ്ങനെ ഭയങ്കര ശീലാവധി കളിക്കുന്നതാണല്ലോ. എങ്ങനെയാടി പറയുക നീ മോഡേൺ ആണെന്ന്? മനസ്സിൽ നീ മോഡേൺ ആണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഒന്ന് പോടി, അങ്ങനൊന്നും ഞാൻ മോഡേൺ ഒന്നുമല്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വഞ്ചിച്ചിട്ട് അങ്ങോട്ടൊന്നും വരാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞാൻ വീട്ടിൽ വരുമ്പോഴേക്കും ഹസ്ബൻഡിനോട് എന്നെ നന്നായിട്ടൊന്ന് അടുത്ത് ഇടപഴകാൻ അനുവദിക്ക്. ഞാനാണെങ്കിൽ പുള്ളിയെ തട്ടിൽ കയറ്റിക്കോളാം. എടി, അദ്ദേഹത്തിന് നീ പറഞ്ഞ രീതിയിലുള്ള സൗന്ദര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, സൗന്ദര്യമുള്ളവരെയും സൗന്ദര്യമില്ലാത്തവരെയും എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. സംഗതി ഉണ്ടല്ലോ, അത് മതി മോളെ. അതുകൊണ്ട് ഞാൻ ഇനി തുടർച്ചയായിട്ട് വരാം. എന്നിട്ട് ഞാനങ്ങ് ആദ്യം എടുക്കാം. അടുത്ത് കഴിഞ്ഞ് പുള്ളി ഞാൻ കുപ്പിയിലിറക്കും. അപ്പം നിനക്ക് യാതൊരുവിധ റിഗ്രറ്റുമില്ലാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരാമല്ലോ. അല്ലെങ്കിൽ നീ പറയും, അയ്യോ ശീലാവതിയാണ് എൻ്റെ ഭർത്താവ് എങ്ങും പോകുന്നില്ല, നല്ലവൻ. അപ്പോൾ ഞാൻ പോകാം
പോകാൻ പറ്റുമോ? ഭൂമി പൊട്ടിപ്പിളർന്നു പോകില്ലേ? അതുകൊണ്ട് ഭർത്താവിനെ ആദ്യം ഞാൻ വരുതിയിലാക്കി ഒന്ന് ഊഞ്ഞാലാട്ടി വിടാം. അത് കഴിയുമ്പോൾ നീ എൻ്റെ കൂടെ വന്നാൽ മതി. പിന്നെ മായിക ലോകം ഞാൻ തുറന്നിടാം. പിന്നെ എൻ്റെ മിടുക്ക് കൊണ്ട് ചിലപ്പോൾ നിൻ്റെ ഭർത്താവിനെ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്കും നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പറയുന്നതൊന്നും നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പുള്ളിയുടെ സ്വഭാവം വേറെ രീതിയിലാണ്. എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്. നീ വന്നും കയ്യും കാലും കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇക്ക വീഴണമെന്നില്ല. പിന്നെ അങ്ങേരല്ല, അങ്ങേരുടെ വലിയവനെ വരെ ഞാൻ ഇളക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇളക്കം തോന്നി. അവളെ ഒന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ തളയ്ക്കും എൻ്റെ ഹസ്ബൻഡിനെ. അറിയില്ല, സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിനോട് എനിക്ക് വലിയ പോസിറ്റീവ്നെസ് ഒന്നുമില്ല. അവൾ ട്രൈ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ആ കടമ്പകളൊക്കെ ചാടാൻ അവൾക്ക് കൂട്ടുനിന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ വീട്ടിൽ വരാൻ തുടങ്ങി. ഹസ്ബൻഡിനെ അവളുടെ അടുത്തിരുത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ഇറങ്ങിപ്പോകും. മിക്കവാറും അവൾ വന്നിട്ട് ഒരു ഡിഷ് ചെയ്യാമെന്ന് പറയും. അവൾ അരിയാൻ വേണ്ടി തിരക്കൂട്ടും പറയും. ഇന്ന സാധനങ്ങളില്ലെന്ന് പറയും. അത് വാങ്ങിക്കാൻ വേണ്ടി ഞാനങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞേ വരികയുള്ളൂ. ആ സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ 3-4 വട്ടം ആയപ്പോഴേക്കും അവൾ ഹസ്ബൻഡിനോട് സൊല്ലാൻ തുടങ്ങി. അടുക്കളയിൽ കൂട്ടുനിൽക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ചു വരുമ്പോൾ അവർ രണ്ടുപേരും അടുക്കളയിൽ കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു, ഇഷ്ടത്തിൽ തന്നെ. ഒരു ദിവസം ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചില കൈപ്രയോഗങ്ങളാണ് ഞാൻ കണ്ടത്. എൻ്റെ ഇക്ക അനങ്ങാതെ അവളുടെ പാചകം നോക്കി നിൽക്കുകയാണ്. അവൾ പാചകം മാത്രമല്ല, അളവെടുക്കാനും വിദഗ്ധയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ പൊട്ടിത്തെറിച്ചു. എന്താണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അവളൊരു കോലാഹലം സൃഷ്ടിച്ചു. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് ആദ്യം അത് വലിയൊരു ഷോക്കായിരുന്നു. പറഞ്ഞ പ്ലാനിൽ ഇതില്ലായിരുന്നല്ലോ. അവളെ ഞാൻ ഇടയ്ക്ക് ഒരു സിഗ്നൽ കൊടുത്തു, അടങ്ങി നിൽക്കാൻ, ബാക്കി ഞാൻ ഏറ്റെടുത്തോളാമെന്ന്. നിങ്ങളെന്നെ ചതിച്ചു, ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോടും കരച്ചിലും പിഴിച്ചിലും ഒക്കെയായിരുന്നു. ഹസ്ബൻഡ് എന്നോട് സോറി പറഞ്ഞു. ഇനി ആവർത്തിക്കില്ല, അറിയാതെ വന്നു പോയതാണ്, സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും തെറ്റ് കാണിച്ചു, ഇനിയിപ്പം ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവും എൻ്റെ ഫ്രണ്ടുമായി പോയില്ലേ, ഞാൻ ഇനിയിപ്പോൾ കണ്ണടച്ചേ പറ്റുള്ളൂ, അത്രയ്ക്കൊന്നുമില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാം നടന്നു കാണുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പം ഞാനായിട്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കയ്ക്ക് എന്നോട് ഇഷ്ടക്കേട് കൂടുകയുള്ളൂ. വേണ്ട, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. അവളും അപ്പോൾ സോറി മോളെ, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ അങ്ങ് ക്ഷമിച്ചു, എന്തായാലും നിങ്ങളും കൂട്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ത്യാഗി ചമഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൾ വരുമ്പോൾ ഹസ്ബൻഡിനെ കൂടുതൽ അങ്ങോട്ടങ്ങ് കയറിപ്പോയി. പക്ഷേ ഹസ്ബൻഡ് ആദ്യം നിയന്ത്രിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, സാരമില്ല, അവിടവും ഇവിടവുമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഞാൻ സംഗമ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും അവരുടെ തെറ്റുകൾ തുടങ്ങി വെക്കാൻ സഹായിച്ചത് ഞാനാണ്. അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് അവളുടെ ഭർത്താവിൻ്റെ ബിസിനസ്സും മറ്റും ടൂറുകളും അതേപോലെയുള്ള മീറ്റിംഗ് ഗാദറിങ് ഒക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് എതിര് പറയാൻ പറ്റിയില്ല. പിന്നെ എന്നെയും ഹസ്ബൻഡിനെയും കൊണ്ട് അവൾ പോയി മാഡം. അവിടെ വെച്ചിട്ടാണ് അവളുടെ ഹസ്ബൻഡ് ഞാനുമായി കൂടുതൽ അടുത്തത്. അതിനു മുമ്പേ ഇടയ്ക്ക് ചില സമയത്തൊക്കെ അവൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതിനൊക്കെ ഒരു താളമിട്ട് തന്നിരുന്നു. എന്നാലും അവിടെ വെച്ചിട്ടാണ് ശരിക്കും ഇഷ്ടം തോന്നി. അന്ന് ശരിക്കും എൻ്റെ ദിവസമായിരുന്നു. അവളും എൻ്റെ ഹസ്ബൻഡും കൂടെ മൂവ് ഓൺ ചെയ്തു. ഞാനാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അന്നത്തെ ദിവസം ചെലവഴിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാൻ എൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോട് എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. കാര്യം അയാൾ എൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് പല കാര്യങ്ങളിലും അമിത സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. അതെൻ്റെ മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് അവിടെ ലഭിച്ചു മാഡം. ഞാൻ ഒത്തിരി സംതൃപ്തയായിരുന്നു. പക്ഷേ അയാളോട് എനിക്ക് പ്രേമം തോന്നിയെങ്കിലും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നറിയാം.
കാര്യം പുള്ളിക്ക് ഇതൊരു ഗെയിം പോലെയാണ്. ഇന്നൊരു ഗെയിം, നാളെ ഒരു ഗെയിം. എങ്കിലും എനിക്ക് സൗന്ദര്യമുള്ള ആളുകളുടെ കൂടെ ചിലവിടാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ രണ്ടുപേരും കൂടി ഒരുക്കി തരികയായിരുന്നു. പിന്നീട് പലപ്പോഴും ഞാനും ഹസ്ബൻഡും കൂടെ അവരുടെ കൂട്ടായ്മകളിൽ പലപ്പോഴും പങ്കെടുത്തു. പല പാർട്ടികളും അവിടെ നടന്നു. എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ട മേഖലയിൽ പോയി. ഞാനാണെങ്കിൽ അവിടെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി. എനിക്കും കണ്ടു കിട്ടാനായി എൻ്റെ സുന്ദരന്മാരെ. ഇനിയും കടലോളം സുന്ദരന്മാർ എന്നെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അവളാണ്. പക്ഷേ മാഡം, ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പ് ഞങ്ങളെ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. അതായത് എൻ്റെ ഹസ്ബൻഡും അവളും കൂടി ഒളിച്ചോടിപ്പോയി മാഡം. ഇപ്പോൾ രണ്ടുപേരും പൂനെയിലാണ്. അവർ രണ്ടുപേരും പറഞ്ഞത് ഇനിയുള്ള കാലം അവർ ഒന്നിച്ച് ജീവിക്കുകയാണെന്നാണ്. ഇത്രയും തന്ത്രപരമായി ജീവിച്ചവൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രേമത്തിലകപ്പെട്ടു പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാഡം. ഇതിൻ്റെ കെമിസ്ട്രിയും ബയോളജിയും ഒന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയിരിക്കുകയാണ്. അവളുടെ ഭർത്താവും ഞാനും ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ഒരാളോടൊത്ത് ജീവിക്കാൻ പോയത് എന്തിനാണെന്ന് അവൾക്കും അറിയില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഹസ്ബൻഡിനും എന്താണെന്നറിയില്ല. രണ്ടുപേരും ഇപ്പോൾ ഞങ്ങളോട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റുമില്ല. വിളിച്ചാലോ ബന്ധപ്പെടാൻ ശ്രമിച്ചാലോ അവർ പറഞ്ഞത് ഇനി അവർ ഒന്നിച്ച് താമസിക്കുകയാണെന്നാണ്. നാട്ടിലും വീട്ടിലുമെല്ലാം നാണം കെട്ടിയിരിക്കുകയാണ് മാഡം. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്വർഗം തീർക്കാം എന്ന് വിചാരിച്ച സ്ഥലത്ത് ഒരു രീതിയിലും ചിന്തിക്കാത്ത കാര്യമാണ് നടന്നത്. മാഡത്തിനും ഇതിനൊരു മറുപടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല മാഡം. ഇതാണ് എൻ്റെ സിറ്റുവേഷൻസ്. വായിച്ചിട്ട് മറുപടി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് പറയാനേ പറ്റുകയില്ല. ഇപ്പോൾ തെരുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, അവൾ അന്നന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരെ മീറ്റ് ചെയ്തു. എങ്കിൽ പോലും അവൾക്ക് ഒരു ഇഷ്ടപ്പെട്ട പാർട്ണർ കാണുമായിരിക്കാം, പ്രേമം കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് മോഹം കാണുമായിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആളുകൾ തമ്മിൽ എത്ര വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും, എത്ര സ്വതന്ത്രമായി നടക്കുകയാണെങ്കിലും ആരോടാണ് പ്രേമം തോന്നുന്നത്, ആരാണ് നമുക്ക് അത്യാവശ്യം വേണം തോന്നുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇങ്ങനെ മൈൻഡുള്ള ഒരു സ്ത്രീ, അവർക്ക് എത്ര നാളൊരാളെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് അറിയില്ല. മിക്കവാറും നിങ്ങളുടെ ഭർത്താവ് പതുക്കെ നിരാശനാകാനാണ് സാധ്യത. കാര്യം അങ്ങനെയായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടാൻ പോകുന്നത്. കാര്യം പ്രേമം പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് ചാടിപ്പോയെന്ന് നമുക്ക് ദുരൂഹതയാണ്. മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ദുരൂഹത കണ്ടുപിടിക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ അധികകാലം നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡാണ് അവർക്കുള്ളത്. നിങ്ങളുടെ കൂട്ടുകാരിക്ക്, നിങ്ങളുടെ ഭർത്താവും ഈ പറഞ്ഞതുപോലെ എന്തിനാണ് കാണിച്ചത് അങ്ങേർക്ക് പോലും അറിയില്ല. ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട ആ ഒരു തീവ്രതയിൽ പ്രേമം തോന്നിയതായിരിക്കാം. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ജീവിതം നോക്കിപ്പോയി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അവരുടെ പാട്ടിന് വിടുക. അതിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും കൂട്ടുകാരുടെ ഭർത്താവിന് നിങ്ങൾ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നാട്ടിലെയും വീട്ടിലെയും പ്രശ്നങ്ങളൊക്കെ കൂടുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഭർത്താവോട് നിങ്ങൾക്ക് അകമഴിഞ്ഞ സ്നേഹമൊന്നും ഇല്ലായിരുന്നു, അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക, എങ്ങനെ ജീവിക്കണം നിങ്ങൾ തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. അവരെ തിരിച്ചു വരിക വരാതിരിക്കുക എന്തിനും ചെയ്തോട്ടെ. പക്ഷെ എന്നാലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ദുരൂഹം തന്നെയാണ്. എന്നാലും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞ് അനാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഗെയിംസിനും ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഭർത്താവ് ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. അങ്ങനെ അവിടെങ്ങാണ് നല്ലൊരു ഭർത്താവായി ഇരുന്നേനെ. പക്ഷെ അതൊന്നും നടന്നില്ല. കളിരിപ്പോണ്ടുണ്ടായ കാര്യമായതുകൊണ്ട് ആരെ കുറ്റം പറയാനാണ്?